ഹലോ, ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ പെരുന്നാൾ ദിവസത്തെ ഒരു ചെറിയ വ്ളോഗാണ്. ഈവനിങ് വരയ്ക്കുള്ളതാണ്. പെരുന്നാൾ ദിവസം ഞാൻ വല്ലതും പഠിച്ചോ ഇല്ലയോ എന്നുള്ളതാണ് അതിൽ ഞാൻ കാണിക്കുന്നത്. പിന്നെ ഇത് എഡിറ്റ് ചെയ്തിട്ട് ഇടാൻ കുറച്ച് വൈകിപ്പോയി. ഇന്നലെ ഇടേണ്ടതായിരുന്നു, പക്ഷേ എനിക്ക് കുറച്ച് തിരക്കായിരുന്നു കേട്ടോ, പെരുന്നാളൊക്കെ അതുകൊണ്ടാണ് വൈകിയത്. പ്രത്യേകിച്ച് ഞാൻ എൻ്റെ വീട്ടിലായിരുന്നു, അതുകൊണ്ട് തന്നെ ഇന്നലെ ഒന്നും പഠിത്തമൊന്നും ഒട്ടും നടന്നിട്ടില്ല. അപ്പം നമുക്ക് നോക്കാം എന്തൊക്കെയാണ് പെരുന്നാൾ ദിവസത്തേന്ന് നോക്കാം. അപ്പം ഞാൻ രാവിലെ 5 മണിക്ക് തന്നെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. ഇന്ന് എന്തെങ്കിലും കുറച്ച് ഞാൻ പഠിച്ചിരിക്കുന്നുള്ളത് എൻ്റെ ഒരു വാശിയായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ രാവിലെ എഴുന്നേറ്റ് ഒരു ചായയെല്ലാം ഇട്ടിട്ട് പഠിക്കാനിരുന്നു. നമ്മുടെ CRTയിലെ ഒരൊറ്റ ചാപ്റ്റർ മാത്രമേ ഞാൻ നോക്കിയിട്ടുള്ളൂ, ഒരു 10 മിനിറ്റ് കേട്ടോ, അത്രയും ഞാൻ പഠിച്ചിട്ടുള്ളൂ. പിന്നെ രാവിലെ എനിക്ക് നല്ല തിരക്കായിരുന്നു കേട്ടോ, അടുക്കളയിൽ ഓരോ പണികളായിരുന്നേ. പിന്നെ കുളിയെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ പെരുന്നാൾ നിസ്കരിക്കാനായിട്ട് പോയിട്ടെ. ഞങ്ങളുടെ അടുത്ത വീട്ടിൽ തന്നെ കേട്ടോ, അടുത്ത വീട്ടിൽ നമ്മൾ അയൽക്കാരെല്ലാവരും കൂടിയിട്ടാണ് പെരുന്നാൾ നിസ്കരിക്കാറ് എന്നും. അപ്പം അതുപോലെ തന്നെ ഞങ്ങളെല്ലാവരും കുളിച്ച് റെഡിയായി പുതിയ ഡ്രസ്സെല്ലാം ഇട്ടിട്ട് പോവാണ് കേട്ടോ. കുറച്ച് ദൂരം നടക്കണം. അപ്പോൾ ഉമ്മയും മോളും എല്ലാവരും ഉണ്ട്. ഞങ്ങളങ്ങനെ പെരുന്നാൾ നിസ്കാരത്തിന് പോയി. പിന്നെ നമ്മൾ ബിരിയാണിക്കുള്ള കാര്യങ്ങളെല്ലാം സെറ്റാക്കി വെച്ചിട്ടാണ് പോയിരിക്കുന്നത്. ചിക്കനെല്ലാം തലേ ദിവസം തന്നെ വാങ്ങിയിട്ട് മസാലയെല്ലാം തിരുമ്മി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ബിരിയാണിക്കുള്ള പണികളാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചിക്കൻ പൊരിച്ചിട്ട് വെക്കുന്ന തലശ്ശേരി ബിരിയാണി കേട്ടോ വെക്കുന്നത്. ഈ ഒരു സമയത്തൊക്കെ ഞാൻ ഇടയ്ക്ക് വീഡിയോ ക്ലാസ് ഒക്കെ ഓൺ ചെയ്ത് വെക്കാൻ ശ്രമിച്ചുവെങ്കിലും എനിക്ക് ഒട്ടും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ. സാധാരണ പോലെയല്ല, ഒട്ടും തന്നെ എനിക്ക് ആ സമയത്ത് അത് കേൾക്കാനുള്ള ഒരു ഇതുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ അത് ഓഫ് ചെയ്തിട്ട് ഫുൾ ഇതിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്തു. പിന്നെ പെരുന്നാൾ, ഓണം, വിഷു പറഞ്ഞ പോലെ നമ്മൾ ഈ ഒരു ആഘോഷങ്ങൾക്കൊക്കെ നമുക്ക് പഠിക്കാമെന്ന് വിചാരിച്ചാലും നമുക്ക് കൂടുതലായിട്ട് അങ്ങോട്ട് പറ്റാറില്ല. എങ്കിലും ഇന്ന് ചെറിയൊരു ഭാഗമെങ്കിലും പഠിക്കണമെന്ന് ഞാൻ വിചാരിച്ചുകൊണ്ടാട്ടോ ഞാൻ ചെറുതായിട്ടാണെങ്കിലും ഇന്നും പഠിച്ചു എന്ന് പറയാം. അപ്പം എല്ലാവരും അതുപോലെ ആയിരിക്കും കേട്ടോ. നമ്മളുടെ കൺസിസ്റ്റൻസി നിലനിർത്തുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഒരു വീഡിയോ ക്ലാസ് എങ്കിലും കണ്ടാൽ മതി, 5 മിനിറ്റിൻ്റെയെങ്കിലും. അപ്പം തന്നെ നിങ്ങൾക്ക് ആ കൺസിസ്റ്റൻസി അവിടെ ഉണ്ടാക്കാൻ പറ്റി. പിന്നെ എൻ്റെ ബിരിയാണി വെക്കൽ പണിയെല്ലാം തീർന്നിട്ടാ. ഒരു 11 മണിയാകുമ്പോഴേക്കും അതെല്ലാം സെറ്റായി. അതിനുശേഷം ഞാൻ കറണ്ട് അഫയേഴ്സ് എഴുതാൻ കുറേ ബാക്കി വെച്ചിട്ടുണ്ട്, ഡെയിലി കറണ്ട് അഫയേഴ്സ്. അതുകൊണ്ട് തന്നെ അത് കുറച്ച് എഴുതാമെന്ന് വിചാരിച്ചിട്ട് അതും കുറച്ച് എഴുതിയപ്പോഴേക്കും എനിക്ക് മടുത്തു കേട്ടോ. ഇന്നൊട്ടും പഠിക്കാൻ മൂടുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ ഞാൻ അങ്ങനെ പുറത്ത് പോയിട്ട് കുറച്ച് നേരം വെളിയിലെല്ലാം പോയിരുന്ന് അതിനുശേഷം പിന്നെ ഉച്ചയായപ്പോൾ ബിരിയാണിയൊക്കെ കഴിച്ചു കേട്ടോ. നമ്മളെ ബിരിയാണി ചിക്കൻ ബിരിയാണി ആയിരുന്നു, അതേപോലെ ചിക്കൻ ഫ്രൈയും, അതേപോലെ ഗോതമ്പ് പായസമായിരുന്നു. അപ്പോൾ ബിരിയാണി പായസമൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ പറയണ്ടാലോ, നല്ലൊരു റെസ്റ്റ്. അപ്പോഴേക്കും തന്നെ സമയം 3:30 ആയിട്ടുണ്ടായിരുന്നു. പിന്നെ വീട്ടിലേക്ക് പോകാനുള്ള തിരക്കായിരുന്നു. അപ്പോൾ വീട്ടിൽ പോയിട്ട് പഠിക്കാമെന്ന് പറഞ്ഞിട്ട് ബുക്കൊക്കെ എടുത്തിട്ട് പോകുന്നുണ്ട്. എന്താവെന്ന് അറിയില്ല. ഇനിയിപ്പോൾ അവിടെയുള്ള വ്ളോഗൊക്കെ ഞാൻ പഠിക്കുകയാണെങ്കിൽ ഇടാട്ടോ. അങ്ങനെ റെഡിയായി വീട്ടിലേക്ക് പോവാണ് കേട്ടോ. എന്നും വീട്ടിൽ പോയാൽ പഠിക്കാൻ ഭയങ്കര മടിയാട്ടോ. അതുകൊണ്ട് തന്നെ പഠിക്കുമെന്ന് എനിക്കറിയില്ല. പഠിക്കുകയാണെങ്കിലേ ഞാൻ അവിടുത്തെ വ്ളോഗ് ഇടുകയുള്ളൂ കേട്ടോ. എന്തായാലും ഈ 1-2 ദിവസം പഠിത്തം കുറച്ച് കുറവായിരിക്കും, സാരില്ല. എന്നാലും ഞാൻ തിരിച്ചു വരും. അതേപോലെ ഒന്നും പഠിക്കാതെ ഇരിക്കില്ല കേട്ടോ. എന്തെങ്കിലുമൊക്കെ ഞാൻ പഠിക്കുകയും ചെയ്യും. ആ ഒരു നിശ്ചയത്തിലാണ് ഞാൻ പോകുന്നത്. അപ്പം അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഞാനിപ്പോൾ അധികമൊന്നും ഉൾക്കൊള്ളിച്ചിട്ടില്ല, ചെറിയൊരു വ്ളോഗ് മാത്രമാണിത്. അപ്പോൾ ഇഷ്ടമായിരുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടുതൽ ആ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനിയും കൂടുതൽ വീഡിയോസൊക്കെ ആയിട്ട് വരാം. അതുവരെയും ബൈ.